ഹായ് സ്റ്റുഡൻസ്, 12ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 15 എലിമെന്റ്സിലെ ആദ്യത്തെ എലിമെന്റായ നൈട്രജനെ പറ്റിയാണ്. നൈട്രജന്റെ കോമ്പൗണ്ടായ അമോണിയ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, നൈട്രിക് ആസിഡ്, ഈ നാല് കാര്യങ്ങളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആരൊക്കെ കൂടിയാണ് ഗ്രൂപ്പ് 15? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ആദ്യത്തെ എലമെന്റ് ആണ് നൈട്രജൻ. ഈ എലമെന്റിന്റെ പേരിലാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. നൈട്രജൻ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. Nitrogen comprise 78% by volume of the atmosphere. നൈട്രജൻ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ആരുമായിട്ടാണ് അനോമലസ് ബിഹേവിയർ? നൈട്രജന്റെ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് നൈട്രജൻ വേറിട്ട ക്യാരക്ടർ കാണിക്കുകയാണ്. എന്തൊക്കെയാണ്? നൈട്രജൻ ഇസ് ഗ്യാസ്. ബാക്കി ഉള്ള അതർ എലമെന്റ്സ് എല്ലാം സോളിഡ്സ് ആണ്. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എല്ലാം സോളിഡ്സ് ആണ്. നൈട്രജൻ ഡയാറ്റോമിക് ആണ്. N2 രണ്ട് ആറ്റം കൂടി ചേർന്നാണ് നൈട്രജൻ മോളിക്കൂൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ഡൈനൈട്രജൻ. ഓർത്തിരിക്കുക, ഡൈനൈട്രജൻ എന്ന് പറഞ്ഞാൽ N2. ബാക്കി ഉള്ള എലമെന്റ്സ് എല്ലാം ടെട്രാ ആറ്റോമിക്. P4. ഫോസ്ഫറസ് 4 ആറ്റം കൂടി ചേർന്നാണ് P4 മോളിക്കൂൾ. നൈട്രജൻ ഫോംസ് ഹൈഡ്രജൻ ബോൺസ് ഇൻ ഹൈഡ്രേറ്റ്സ്. ഫോർ എക്സാമ്പിൾ അമോണിയ ഒരു എക്സാമ്പിൾ ആണ്. നൈട്രജൻ ഫോംസ് p മൾട്ടിപ്പിൾ ബോണ്ട്. p മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നു. അതിന്റെ നൈട്രജന്റെ റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -3 to +5 ആണ്. ഇവിടെ p മൾട്ടിപ്പിൾ ബോണ്ടേ ഉണ്ടാകുന്നുള്ളൂ. കാരണം ഇതിന് ഡി ഓർബിറ്റൽ ഇല്ല. നോ ഡി ഓർബിറ്റൽ ഡസ് നോട്ട് ഫോം കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതുകൊണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നില്ല നൈട്രജനകത്ത്. ഇനി നൈട്രജൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പരിശോധിച്ചാൽ, നൈട്രജന് 2 ഐസോറ്റോപ്പാണ്. നൈട്രജൻ 14ഉം നൈട്രജൻ 15ഉം. നൈട്രജൻ മെറ്റൽസ് മഗ്നീഷ്യം മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മഗ്നീഷ്യം നൈട്രേറ്റ് ഉണ്ടാകുന്നു. അതുപോലെ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ ഉണ്ടാകുന്നു. ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ നൈട്രജന്റെ ഓക്സൈഡ്സ് ഉണ്ടാകുന്നു. കാൽസ്യം കാർബൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം സയനൈഡ് ഉണ്ടാകുന്നു. കാൽസ്യം സയനൈഡ് ഇതെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നൈട്രജന്റെ. പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് നൈട്രജന്. ഡൈനൈട്രജൻ എന്ന് പറഞ്ഞാൽ 2 ആറ്റം കൂടി ചേർന്നാണ് നൈട്രജൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് N2. ബോയിലിംഗ് പോയിന്റ് 77.2. ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും കൂടെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈട്രജൻ ഉണ്ടാകും. നൈട്രജൻ അമോണിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം നൈട്രേറ്റ് ഗീവ്സ് നൈട്രജൻ പ്ലസ് H2O പ്ലസ് സോഡിയം ക്ലോറൈഡ്. അതുപോലെ സോഡിയം അസൈഡിൽ നിന്നും നൈട്രജൻ ഫോം ചെയ്യുന്നുണ്ട്. സോഡിയം അസൈഡ് 2Na(N3) ഗീവ്സ് 2Na പ്ലസ് 3N2. എന്നിട്ട് നമുക്ക് നൈട്രജന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. 2 മെത്തേഡ്സ് പഠിച്ചു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈനൈട്രജനെ പറ്റി പറയുകയാണെങ്കിൽ, നൈട്രജൻ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്. നോൺ ടോക്സിക് ഗ്യാസ് ആണ്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ നൈട്രജൻ ഗ്യാസ് ഓക്സിജന്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. ലോ മോളിക്കുലാർ മാസ് ആണ് നൈട്രജന്. അതുപോലെ ലോ ഇന്റർമോളിക്കുലാർ ഫോഴ്സും ആണ് നൈട്രജൻ. 2 സ്റ്റേബിൾ ഐസോറ്റോപ്പ് ഉണ്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? N14ഉം N15ഉം. ലോ സോൾബിലിറ്റി ഇൻ വാട്ടർ, ലോ ഫ്രീസിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ലോ ബോയിലിംഗ് പോയിന്റ്. ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനാക്റ്റീവ്, വളരെ ഇനേർട്ട് ആണ് നൈട്രജൻ. ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈനൈട്രജൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈനൈട്രജനെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ ലിഥിയം നൈട്രൈഡ്, ഫോർ എക്സാമ്പിൾ ലിഥിയമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ലിഥിയം നൈട്രൈഡ് ഉണ്ടാകുന്നു. ഹൈഡ്രജനുമായിട്ടാണെങ്കിൽ അമോണിയ,
നൈട്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് നൈട്രിക് ഓക്സൈഡ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കണ്ടത്. ഇനി എന്താണ് നൈട്രജന്റെ ഉപയോഗം? യൂസസ് ഓഫ് ഡൈ നൈട്രജൻ. അമോണിയയുടെ പ്രിപ്പറേഷന് നൈട്രജൻ ഉപയോഗിക്കാം. നമ്മൾ പഠിച്ചു N2 + 3H2 gives 2NH3 എന്നുള്ളത്. അന്നേരം മാനുഫാക്ചർ ഓഫ് അമോണിയ പ്രൊവൈഡ് ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ ഇൻഡസ്ട്രി. ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞായിരുന്നു റൂം ടെമ്പറേച്ചറിനകത്ത്. അതുകൊണ്ടാണ് പ്രൊവൈഡ് ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. ലിക്വിഡ് ഡൈ നൈട്രജൻ യൂസ്ഡ് ആസ് എ റെഫ്രിജറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ലിക്വിഡ് ഡൈ നൈട്രജൻ റെഫ്രിജറേറ്റ്. ഇതൊക്കെയാണ് യൂസസ് ഓഫ് ഡൈ നൈട്രജൻ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് നൈട്രജന്റെ കോമ്പൗണ്ടായ അമോണിയയെ പറ്റിയാണ്. അമോണിയ നമുക്ക് ലാബിൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ നടത്തണമെങ്കിൽ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുന്നു. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് അമോണിയ പ്ലസ് കാൽസ്യം ക്ലോറൈഡ് പ്ലസ് H2O. ഇതൊരു ലാബ് മെത്തേഡാണ്. ഓർത്തിരിക്കുക, ലാബ് മെത്തേഡ്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ കൂടി ചേർന്ന് നിർമ്മിക്കാം. അടുത്ത പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ് നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഹേബർ പ്രോസസ്സ്. ആരൊക്കെ വേണം ഹേബർ പ്രോസസ്സിന്? നൈട്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ ഗീവ്സ് 2NH3 എന്നാണ് പഠിച്ചിട്ടുള്ളത്. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് അമോണിയ. ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ റിയാക്ടിംഗ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് catalyst at temperature 700 degrees Celsius at a pressure of about 200 atmosphere. ഇതിന്റെ കറക്റ്റ് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഓർത്തിരിക്കുക. 700 ഡിഗ്രി സെൽഷ്യസും 200 അറ്റ്മോസ്ഫിയറും എന്നൊക്കെ ഓർത്തിരിക്കുക. അലൂമിനിയം ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഓക്സൈഡ് ഈസ് ആഡഡ് ടു ദ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഹേബർ പ്രോസസ് ആണ് നമ്മൾ പഠിച്ചത്. ഹേബർ പ്രോസസ്. അമോണിയയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി to separate ammonia from the mixture is cooled only ammonia liquefies and it's separated. The uncombined nitrogen and hydrogen are recycled. Recycle ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഹേബർ പ്രോസസ്സിന്റെ ഫ്ലോ ഡയഗ്രാം നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നൈട്രജനും ഹൈഡ്രജനും, നൈട്രജൻ 1 വോളിയം, ഹൈഡ്രജൻ 3 വോളിയം കംപ്രസറിലൂടെ കടത്തിവിടുന്നു. അത് കാറ്റലിറ്റിക് ചേംബറിലൂടെ കടന്നുപോയി അമോണിയയായി മാറുന്നു. N2 + 3H2 gives 2NH3. അമോണിയ പ്രിപ്പറേഷന്റെ ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഈ ഹേബർ പ്രോസസ് ലാർജ് സ്കെയിലിൽ അമോണിയ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഹേബർ പ്രോസസ്. അമോണിയയുടെ സ്ട്രക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം. അമോണിയയുടെ ഷേപ്പ് പിരമിഡൽ ഷേപ്പാണ്. നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത് 101.7 പൈക്കോമീറ്റർ ആണ്. അതുപോലെ 2 ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് ലെന്ത് 107.8 ആണ്. അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് നൈട്രജന്റെ മുകളിൽ ഉണ്ട്. അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് നൈട്രജന്റെ മുകളിൽ നമ്മൾ കാണുന്നു. അന്നേരം നമ്മൾ പഠിച്ച സ്ട്രക്ചർ ഓഫ് അമോണിയയാണ്. അമോണിയ പിരമിഡൽ ഷേപ്പ്. നമുക്കറിയാം അമോണിയ നൈട്രജന്റെ കോമ്പൗണ്ട് ആണ്. അമോണിയ ബേൺസ് ഇൻ എ ലോട്ട് ഓഫ് എയർ. ദ ഫ്ലെയിം ഈസ് യെല്ലോ ഗ്രീൻ. ഒരു ഫ്ലെയിം കിട്ടുന്നു, നല്ലൊരു യെല്ലോ ഗ്രീൻ കളറുള്ള ഫ്ലെയിം ആണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അമോണിയ പ്ലസ് ഓക്സിജൻ ഗീവ്സ് H2O + 2N2. N2ന്റെ ഫോം ഗ്യാസ് ആണ്. ഫ്ലെയിം നല്ല യെല്ലോ ഗ്രീൻ ഫ്ലെയിം ആണ് നമുക്ക് കാണുന്നത്. റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ എക്സസ് എയർ ആൻഡ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ടു ഫോം നൈട്രജൻ മോണോക്സൈഡ്. ഇവിടുത്തെ കണ്ടീഷൻ ഓർക്കുക. വിത്ത് എക്സസ്
air. Oxygen in excess air and platinum catalyst. Catalyst കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റ് ആയി കിട്ടുന്നത് നൈട്രജൻ മോണോക്സൈഡ് ആണ്. ശ്രദ്ധിക്കുക, നൈട്രജൻ മോണോക്സൈഡ്. നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമോണിയയാണ് വിത്ത് ഓക്സിജൻ. Ammonia reduces copper 2 oxide to copper. Copper turns from black to brown. Black il ninnu copper 2 oxide black aanu to brown ആയി മാറുന്നു. ഓർത്തിരിക്കുക, ഇതിന്റെ റിഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. Ammonia reduces heated copper 2 oxide to copper, that is copper turned from black to brown. 3CuO plus 2NH3 gives 3Cu plus 3H2O plus N2. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് അമോണിയയുടെ റിയാക്ഷൻ ആണ്. ആരുമായിട്ടാണ്? ഹാലജനുമായിട്ട്. ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻ പറയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഹാലജൻ പ്ലസ് അമോണിയ. അവിടെ കണ്ടീഷനാണ് അമോണിയ എക്സസ് ആയിരിക്കണം. എക്സസ് ആണെങ്കിൽ ക്ലോറിൻ ആണ് ഇവിടുത്തെ ഹാലജൻ. ക്ലോറിൻ പ്ലസ് അമോണിയ ഗീവ്സ് അമോണിയം ക്ലോറൈഡ് പ്ലസ് N2. നിങ്ങൾക്കറിയാം അമോണിയം ക്ലോറൈഡ് ആണ് ഇവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സസ് അമോണിയ ആണ് ഇവിടുത്തെ കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് റിയാക്ടൻസ് സെയിമാ, അമോണിയയും ക്ലോറിനും തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സസ് ക്ലോറിൻ ആണ് ഉപയോഗിക്കുന്നത്. എക്സസ് ക്ലോറിൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രൊഡക്റ്റ് നമുക്കൊന്ന് പഠിക്കാം. അമോണിയ പ്ലസ് 3Cl2 ഗീവ്സ് NCl3 പ്ലസ് 3HCl. NCl3 പ്ലസ് 3HCl. രണ്ട് ഇക്വേഷനോട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. എക്സസ് അമോണിയ ആണെങ്കിൽ അമോണിയം ക്ലോറൈഡ്, എക്സസ് ക്ലോറിൻ ആണെങ്കിൽ NCl3. ഓർത്തിരിക്കുക, NCl3 ബൈ പ്രൊഡക്റ്റും വ്യത്യാസമുണ്ട്. എക്സസ് അമോണിയ ആണെങ്കിൽ നൈട്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സസ് ക്ലോറിൻ ആണെങ്കിൽ HCl ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓർത്തിരിക്കുക. അടുത്ത അമോണിയയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അമോണിയ സൊല്യൂഷൻ കോപ്പർ 2 സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, അത് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ്. ഈ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് എക്സസ് അമോണിയക്കകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു നല്ല നീല ഡീപ് ബ്ലൂ സൊല്യൂഷൻ ഉണ്ടാകുന്നു. കോപ്പർ 2 സൾഫേറ്റുമായിട്ട് അമോണിയയുടെ റിയാക്ഷൻ ആണ് നമ്മളിപ്പം പഠിക്കുന്നത്. കോപ്പർ 2 പ്ലസ് 2 OH minus gives copper hydroxide. Copper 2 plus 4NH3 gives CuNH3 for 2 plus. ഇതൊരു ഡീപ് സൊല്യൂഷൻ ആണ്, ഡീപ് ബ്ലൂ സൊല്യൂഷൻ. കോപ്പർ 2മായിട്ട് അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീപ് ബ്ലൂ സൊല്യൂഷൻ ലഭിക്കുന്നു. ഇത് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അമോണിയ സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഹൈഡ്രോക്സിൽ അയോൺസ്. അമോണിയ സൊല്യൂഷന്റെ പ്രത്യേകതയുണ്ട്, അമോണിയ ഹൈഡ്രോക്സൈഡ് ആണ്. വിത്ത് മെറ്റൽ അയോൺ precipitate of the hydroxide are formed. അതുകൊണ്ടാണ് Cu2 പ്ലസ് അമോണിയ ഹൈഡ്രോക്സൈഡിനകത്തെയാണ് OH മൈനസ്. 2 OH മൈനസ് gives CuOH twice. ഇതൊരു ബ്ലൂ precipitate ആണ്. Hence a blue precipitate forms when aqueous ammonia is added to copper 2 sulfate solution. The precipitate dissolves in excess ammonia. അതായത് Cu2 plus 4NH3 gives CuNH3 for 2 plus. ഇത്രയും ഓർത്തിരുന്നാൽ മതി. കോപ്പർ 2 പ്ലസുമായിട്ട് അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡീപ് ബ്ലൂ സൊല്യൂഷൻ ലഭിക്കുന്നു. അയണുമായിട്ട് അമോണിയ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ Fe2 plus forms a dirty green precipitate with ammonia. ഓർക്കുക, Fe2 plus dirty green. കോപ്പർ 2 പ്ലസ് എന്തായിരുന്നു? ഡീപ് ബ്ലൂ. Fe2 പ്ലസ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ a dirty green precipitate which insoluble in excess iron 3 forms a brown precipitate. ഓർത്തിരിക്കുക, നമുക്കിവിടെ Fe2 പ്ലസ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്ത്
ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അമോണിയ ആക്റ്റീവ് മെറ്റൽസ് ആയ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് NaNH2 plus H2, അതായത് 2 sodium plus 2 NH3 gives NaNH2 plus H2 ആണ് പ്രൊഡക്റ്റ് ആയി വരുന്നത്. അമോണിയയുടെ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമോണിയ ഒരു ബേസാണ്, ലൂയിസ് ബേസ് ആണ്. അമോണിയയുടെ aqueous solution is weakly basic due to the formation of OH minus. അമോണിയ നമ്മുടെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് NH4 പ്ലസ് OH മൈനസ് ആണ്. NH4 പ്ലസ് OH മൈനസ്. അതുകൊണ്ട് ഇത് എന്തായി മാറുന്നു? വീക്ക്ലി ബേസിക് നേച്ചർ ആണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. അമോണിയ സോഡിയം ഹൈപ്പോക്ലോറൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഹൈഡ്രസിൻ തരുന്നു. ഹൈഡ്രസിൻ NH3 പ്ലസ് NaOCl. NaOCl എന്ന് പറയുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഗീവ്സ് NH2 എന്ന് പറയുന്ന പേരാണ് ഹൈഡ്രസിൻ. ഹൈഡ്രസിൻ പ്ലസ് സോഡിയം ക്ലോറൈഡ് പ്ലസ് H2O. ഓർത്തിരിക്കുക, ഹൈഡ്രസിൻ ആണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റും അമോണിയയും കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ ഉണ്ട്, കെമിസ്ട്രി പ്രാക്ടിക്കൽ ഉണ്ട്. അതിനകത്ത് കാറ്റയോൺസ് ആയിട്ട് അമോണിയം തരുന്നുണ്ട്. അമോണിയത്തിന്റെ ആദ്യത്തെ റിയാക്ഷൻ ആണ്. ഇവിടെ കൺഫർമേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് നെസ്ലേസ് റിയാക്റ്റുമായിട്ട് അമോണിയ ഉള്ള സൊല്യൂഷൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഇത് കാണാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ആണ്. നമ്മൾ പഠിക്കുകയാണ്. വിത്ത് നെസ്ലേസ് റിയേജന്റ് അമോണിയ ആൻഡ് അമോണിയം സോൾട്ട് ഗീവ് എ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഓർത്തിരിക്കുക, നെസ്ലേസ് റിയേജന്റുമായിട്ട് എന്താ നെസ്ലേസ് റിയേജന്റ്? ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് K2HgI4, പൊട്ടാസ്യം ടെട്രാ അയോഡേറ്റ് മെർക്കുറി. നെസ്ലേസ് റിയേജന്റ് പൊട്ടാസ്യം ടെട്രാ അയോഡേറ്റ് മെർക്കുറിയാണ്. നെസ്ലേസ് റിയേജന്റുമായിട്ട് അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഓർത്തിരിക്കുക, ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അമോണിയയുടെ യൂസസ്, അമോണിയയുടെ റിയാക്ഷൻസ്, പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് അതിന്റെ യൂസസ്? പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് നൈട്രോജനസ് ഫെർട്ടിലൈസർ, വളങ്ങൾ ഉണ്ടാക്കാൻ, രാസവളങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് ഇനോർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു അമോണിയ. ഇപ്പൊ നിങ്ങൾ നമുക്ക് ഒരു പടത്തിൽ ഒബ്സർവ് ചെയ്യുകയാണ്. അമോണിയയുടെ ഫെർട്ടിലൈസർ, വളം വിതറുന്നു എന്നുള്ള വളം വിതറുന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അന്നേരം അമോണിയയിൽ നിന്ന് വളരെയധികം രാസവളങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു യൂസസ് ഓഫ് അമോണിയ. മെയിൻ യൂസ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസർ. ഫോർ എക്സാമ്പിൾ അമോണിയം സൾഫേറ്റ് ഒരു നല്ല വളമാണ്, അമോണിയം സൾഫേറ്റ്. അതുപോലെ അമോണിയ സോഫ്റ്റനിങ് വാട്ടറിന് ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ അമോണിയ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിനകത്തും അമോണിയ ഉപയോഗിക്കുന്നു. റെഫ്രിജറന്റ് ആണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈട്രജന്റെ കോമ്പൗണ്ട്സ്, ഓക്സിജനുമായിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്സിജനുമായിട്ടുള്ള കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഓക്സൈഡ്സ്. പലതരത്തിലുള്ള ഓക്സൈഡ്സ് ഉണ്ട്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാൻ പോവാണ്. നൈട്രജൻ ഓക്സൈഡ് N2O, അതിന് പറയുന്ന വേറൊരു പേരാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിനകത്ത് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. കളർലെസ്, അതിന്റെ ക്യാരക്ടർ പറഞ്ഞാൽ കളർലെസ്, ന്യൂട്രൽ ആണ്. അടുത്ത ഓക്സൈഡാണ് നൈട്രജൻ മോണോക്സൈഡ്. മോണോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒറ്റ ഓക്സിജനേ ഉള്ളൂ. നൈട്രജനും ഒരു ഓക്സിജനും. നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. എങ്ങനെയാണ് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഓക്സിജന് -2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ എന്തായിരിക്കും? +2 -2 കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് 0 ആകണം. നൈട്രജൻ മോണോക്സൈഡ് കളർലെസ്സും ന്യൂട്രലുമാണ്. വേറൊരു ഓക്സൈഡാണ് നൈട്രജൻ ട്രയോക്സൈഡ്. നൈട്രജൻ ട്രയോക്സൈഡിന്റെ ഫോർമുല ആണ് N2O3. N2O3ക്കകത്ത് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഒരു ബ്ലൂ സോളിഡ് ആണ്. അതിന്റെ നേച്ചർ അസിഡിക് നേച്ചർ ആണ്. നൈട്രജൻ ഡയോക്സൈഡ് NO2. നൈട്രജൻ ഡയോക്സൈഡ് ആണ് NO2.
നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +4. അതിന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ബ്രൗൺ ആണ്, അസിഡിക് ആണ്. ബ്രൗൺ നേച്ചർ അസിഡിക് ആണ്. അടുത്ത ഓക്സൈഡ് ആണ് നൈട്രജൻ ടെട്രോക്സൈഡ്. നൈട്രജൻ ടെട്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ N2O4 ആണ്. N2O4നകത്ത് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. കളർലെസ്സും അസിഡിക്കുമാണ്. നൈട്രജൻ പെന്റോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. N2O5 നൈട്രജൻ പെന്റോക്സൈഡ്. കളർലെസ്സും അസിഡിക്കുമാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു നൈട്രജന്റെ വിവിധ തരത്തിലുള്ള ഓക്സൈഡ്സ്. ഏതൊക്കെയായിരുന്നു അത്? ഡൈനൈട്രജൻ ഓക്സൈഡ് N2O, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ? അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ N2O+2H2O ഉണ്ടാകുന്നു. കളർലെസ് ഗ്യാസ്, ന്യൂട്രൽ ആണ്. നൈട്രജൻ മോണോക്സൈഡ്. നൈട്രജൻ മോണോക്സൈഡിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. NO+2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോമൺ മെത്തേഡ്സ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? NaNO2 + FeSO4 + 3H2SO4 gives NO. കളർലെസ് ഗ്യാസ് ആണ്, ന്യൂട്രൽ ആണ്. ഓർത്തിരിക്കുക, ഇതൊക്കെ കളർലെസ് ഗ്യാസ് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് N2O2, N2O4, N2O5 ഇങ്ങനെ പലതരത്തിലുള്ള നൈട്രജന്റെ ഓക്സൈഡ്സിനെയാണ് നമ്മളിപ്പം കാണുന്നത്, പഠിക്കുന്നത്. ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ആണ് N2O3. ഡൈനൈട്രജൻ ട്രയോക്സൈഡ് N2O3. അത് പ്രിപ്പയർ ചെയ്യുന്നത് NO+N2O4 gives N2O3. ഒരു ബ്ലൂ സോളിഡ് ആണ്, അസിഡിക് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് NO2 പ്രിപ്പയർ ചെയ്യുന്ന ലെഡ് നൈട്രേറ്റിൽ നിന്നാണ്. NO2 + PbO+O2 ആണ്. ബ്രൗൺ ഗ്യാസ് ആണ്, അതുപോലെ തന്നെ അത് അസിഡിക്കുമാണ്. നൈട്രജൻ ടെട്രോക്സൈഡ് ആണ് N2O4. 2 NO2 കൂടി ചേർന്നാണ് N2O4 പ്രിപ്പയർ ചെയ്യുന്നത്. കളർലെസ് സോളിഡ് ആണ്, അത് അസിഡിക്കുമാണ്. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ആണ് N2O5. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് N2O5. ഡൈനൈട്രജൻ പെന്റോക്സൈഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? നൈട്രിക് ആസിഡ് +P4O10 gives HPO3 + N2O5. കളർലെസ് സോളിഡ്, അസിഡിക് ആണ്. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. പലതരത്തിലുള്ള ഓക്സൈഡ്സിനെ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഡൈനൈട്രജൻ ഓക്സൈഡ്. ഡൈനൈട്രജൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം 2 നൈട്രജൻ, അതാണ് ഫോർമുല N2O. നൈട്രജൻ മോണോക്സൈഡ് ഒറ്റ ഓക്സിജനേ ഉള്ളൂ, NO. ഡൈനൈട്രജൻ ട്രയോക്സൈഡ്. ഡൈനൈട്രജൻ ട്രയോക്സൈഡ് 3 ഓക്സിജൻ N2O3. നൈട്രജൻ ഡയോക്സൈഡ് NO2. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് N2O4. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് N2O5. ഓർത്തിരിക്കാമല്ലോ. അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ വരച്ച് എഴുതി പഠിക്കുക കേട്ടോ. നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് കാണാം. ഡൈനൈട്രജൻ മോണോക്സൈഡ് 2 നൈട്രജനും 1 ഓക്സിജനും N2O. 2 നൈട്രജൻ ഡബിൾ ബോണ്ട് 1 ഓക്സിജൻ. പലതരത്തിലുള്ള നൈട്രജൻ മോണോക്സൈഡ് NOയുടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ സ്ട്രക്ചർ. N2O3 ആണ് ഫിഗർ സിക്കകത്ത് കാണിച്ചിരിക്കുന്നത്. N2O3. ഡിക്കകത്ത് കാണിച്ചിരിക്കുന്ന നൈട്രജൻ ഡയോക്സൈഡ് NO2. നൈട്രജൻ ഡയോക്സൈഡ്. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ആണ് നമ്മൾ Fൽ കാണുന്നത്. F ഡൈനൈട്രജൻ 2 നൈട്രജൻ. ആ 2 നൈട്രജന്റെ ഇടയ്ക്ക് ഒരു ഓക്സിജൻ. ബാക്കിയുള്ള 4 ഓക്സിജനെ 2 നൈട്രജനിലുമായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് N2O5. ശ്രദ്ധിക്കുക, ഡൈനൈട്രജൻ പെന്റോക്സൈഡ് N2O5. ഇതൊക്കെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്റെ സ്ട്രക്ചർ ആണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ. നമ്മളിപ്പം ഒബ്സർവ് ചെയ്യാണ് N2O2 സ്ട്രക്ചർ നോക്കി. N2O2 നിങ്ങൾ ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഒരു ആറ്റത്തിന് 8 ഇലക്ട്രോൺ ബോണ്ടിങ് ആയാലും അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ആയാലും 8 ഇലക്ട്രോൺ അതിന് വേണം. ആ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ സ്ട്രക്ചർ വരയ്ക്കേണ്ടത്.
നൈട്രിക് ഓക്സൈഡ്, ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ്, ഡൈനൈട്രജൻ N2O4, N2O3, N2O എന്ന് പറഞ്ഞാൽ ഡൈനൈട്രജൻ ഓക്സൈഡ്, NO2 പലതരത്തിലുള്ള സ്ട്രക്ചർ ഓക്സൈഡിൻ്റെ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ് നമ്മൾ കണ്ടത് പഠിച്ചത്. ഇതെല്ലാം വരച്ച് പഠിക്കണം. അന്നേരം ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം നൈട്രജനും 8 ഇലക്ട്രോൺ വേണം, ഓക്സിജനും 8 ഇലക്ട്രോൺ വേണം. ഒന്നുകിൽ ബോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ലോൺ പെയർ ആയിട്ട് ഇതിൻ്റെ സമീപത്തൂടെ വേണം. ആറ്റത്തിൻ്റെ ചുറ്റും ലോൺ പെയർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബോണ്ടായിട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ വാലൻസ് ഷെൽ അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ബോണ്ട് സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഓർത്തിരിക്കുക, എളുപ്പ വഴിയാണ്. നമുക്കൊന്നും കൂടെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കാം. നൈട്രസ് ഓക്സൈഡ് എന്നാണ് ഡൈനൈട്രജൻ മോണോക്സൈഡിനെ പറയുന്നത്. N2O പറയുന്ന നൈട്രസ് ഓക്സൈഡ് വേറൊരു പേരാണ്. ഒരു കളർലെസ് ഗ്യാസ് ആണ്. അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ NNO. അടുത്ത ഓക്സൈഡ് ആണ് നൈട്രജൻ മോണോക്സൈഡ്. നൈട്രജൻ മോണോക്സൈഡ് എന്ന് പറയുന്ന പേരാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയും. നൈട്രിക് ഓക്സൈഡ് NO. ഒരു കളർലെസ് ഗ്യാസ് ആണ്. കളർലെസ് ലിക്വിഡ് ആൻഡ് സോളിഡ് വെൻ പ്യുവർ. ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ആണ് N2O3. സ്ട്രക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. N2 2 നൈട്രജൻ O3 ബ്ലൂ സോളിഡ് ആണ്. ഓർക്കുക, ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ഒരു ബ്ലൂ സോളിഡ് ആണ്. NO2 നൈട്രജൻ ഡയോക്സൈഡ് എന്നാണ് NO2 എന്ന് പറയുന്നത്. അതൊരു ബ്രൗൺ ഗ്യാസ് ആണ്. NO2 ഒരു ബ്രൗൺ ഗ്യാസ് ആണ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ആണ് N2O4. അതൊരു കളർലെസ് ലിക്വിഡ് ആണ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ആണ് കളർലെസ് ലിക്വിഡ്. ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ് ആണ് N2O5. അതൊരു കളർലെസ് അയോണിക് സോളിഡ് ആണ്. അത് നൈട്രജൻ ട്രയോക്സൈഡ് NO3 ഒരു അൺസ്റ്റേബിൾ റാഡിക്കൽ ആണ്. NO3 ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നൈട്രജന്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. നൈട്രജന്റെ ഓക്സൈഡിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഓക്സിജനും നൈട്രജനും കൂടാതെ ഹൈഡ്രജനും കൂടെ വന്നാൽ അവിടെ നമുക്ക് നൈട്രിക് ആസിഡിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നൈട്രജന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പൗണ്ട് ആണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ ഫോർമുല HNO3. എന്താണ്? HNO3 എന്നാണ് നൈട്രിക് ആസിഡിന്റെ ഫോർമുല. ഈ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വരച്ചെടുക്കാം. OHും N+ഉം ഡബിൾ ബോണ്ടോ NO-. ഇതാണ് നൈട്രിക് ആസിഡിന്റെ സ്ട്രക്ചർ. നൈട്രിക് ആസിഡ് HNO3. വാട്ട് ഈസ് ആസിഡ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. എങ്ങനെയാണ് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാന്ന്? നമുക്ക് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ലാബ് മെത്തേഡ്. NaNO3 plus H2SO4 gives HNO3 plus NaHSO4. ഇതാണ് ലാബ് മെത്തേഡ്. ഈ ലാർജ് സ്കെയിലിൽ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി ഓസ്റ്റ്വാൾ പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് അമോണിയായ ഓക്സിഡേഷൻ നടത്തി നമുക്ക് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ ആണ് ഇവിടെ. നമുക്കൊന്ന് പഠിക്കാം. അമോണിയയുടെ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ അതിന് പറയുന്നതാണ് ഓസ്റ്റ്വാൾ പ്രോസസ്. അമോണിയയിലോട്ട് ഓക്സിജനെ കടത്തിവിടുക. ഇതിലവിടെ കോമ്പൗണ്ട് ഉണ്ടാവുകയാണ് NO. നമുക്കറിയാം NO എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ആണ്. NO+6H2O. ഇനി നൈട്രിക് ഓക്സൈഡിനകത്തോട് പിന്നെയും ഓക്സിജനെ കടത്തിവിടുക. അന്നേരം നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ് ആണ് NO2 plus H2O. അതായത് NO2നെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയാണ് നൈട്രിക് ആസിഡ് പ്ലസ് NO. ഇപ്പം നമ്മൾ പഠിച്ചത് അമോണിയയുടെ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷനാണ്. അമോണിയയിൽ നിന്ന് എങ്ങനെ നൈട്രിക് ആസിഡ് നിർമ്മിക്കാമെന്നുള്ള പ്രിപ്പറേഷനാണ് പഠിച്ചത്. അമോണിയ എന്ത് തരുന്നു? നൈട്രിക് ആസിഡ് തരുന്നു. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അമോണിയയെ ഓക്സിഡേഷൻ നടത്തുന്നു. നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. നൈട്രിക് ഓക്സൈഡ് പ്ലസ് O2 ഗീവ്സ് NO2 plus H2O ഗീവ്സ് HNO3. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ പലവട്ടം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓസ്റ്റ്വാൾ പ്രോസസ്. നമ്മളിപ്പം ഇപ്പം പഠിച്ച ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് ഓസ്റ്റ്വാൾ പ്രോസസ്സ്. ഓസ്റ്റ്വാൾ പ്രോസസ്സ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റ്വാൾ പ്രോസസ്സ് അമോണിയയിൽ നിന്ന് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിൽ പറയുന്നവരാണ് ഓസ്റ്റ്വാൾ പ്രോസസ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ബൈ ഓക്സിജൻ യൂസിങ് പ്ലാറ്റിനം ആസ് കാറ്റലിസ്റ്റ്. അടുത്ത ടെമ്പറേച്ചർ 500 കെൽവിനും പ്രഷർ 9 ബാറുമാണ്. അമോണിയ പ്ലസ് ഓക്സിജൻ ഗീവ്സ് NO പ്ലസ് 6H2O. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് നൈട്രിക് ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഗീവ്സ് NO2. മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഗീവ് HNO3. എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് 3 ഇത് എഴുതി പഠിക്കണം. അമോണിയയിൽ നിന്ന് എങ്ങനെ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാം, ഇതിന് പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾ പ്രോസസ്. 3 സ്റ്റെപ്പിലൂടെയാണ് ഈ പ്രോസസ്സ് പൂർത്തീകരിക്കുന്നത്. എന്തൊക്കെയാണ് 3 സ്റ്റെപ്പ്? അമോണിയ പ്ലസ് O2 ഗീവ്സ് NO, NO പ്ലസ് O2 ഗീവ്സ് NO2, NO2 പ്ലസ് H2O ഗീവ്സ് HNO3. ഓക്കെ, ഇതാണ് ഓസ്റ്റ്വാൾ പ്രോസസ്. നമുക്കൊന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം. അമോണിയ ഓക്സിഡേഷൻ നടക്കുമ്പോൾ NO ഉണ്ടാകുന്നു. NOയെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ NO2 ഉണ്ടാകുന്നു. NO2വിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അത് HNO3 ആയിട്ട് മാറുന്നു. ഓർത്തിരിക്കുക. നൈട്രിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ നൈട്രിക് ആസിഡ് is an azeotrope with water at a concentration of 68% of nitric acid, which is the ordinary concentrated nitric acid of commerce. This solution has a boiling temperature of 120.5 degrees Celsius at 1 atmosphere. അസിയോട്രോപ്പ് ആണ് നൈട്രിക് ആസിഡ്. അതുപോലെ നൈട്രിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. റിയാക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് 2 രീതിയിലുള്ള നൈട്രിക് ആസിഡ് ഉണ്ട്. ഒന്ന് ഡൈല്യൂട്ടും ഒന്ന് കോൺസെൻട്രേറ്റഡും. നിങ്ങൾക്കറിയാം പാലും വെള്ളവും. പാലെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ആണ്, പാലും വെള്ളം ഡൈല്യൂട്ട് ആണ്. അതുപോലെ നൈട്രിക് ആസിഡ് ഡൈല്യൂട്ടും ഉണ്ട്, കോൺസെൻട്രേറ്റും ഉണ്ട്. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കോപ്പർ നൈട്രേറ്റ് ഉണ്ടാകുന്നു. അതിന് ബൈ പ്രൊഡക്റ്റ് NO പ്ലസ് H2 ആണ് ഉണ്ടാകുന്നത്. ഇനി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് കോപ്പർ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ CuNO3 ട്വൈസ് പ്ലസ്, ശ്രദ്ധിക്കുക വ്യത്യാസം, NO2 ഉണ്ടാകുന്നു. NO2 പ്ലസ് 2H2O. ഡൈല്യൂട്ട് ആയിരുന്നപ്പോൾ NO ആയിരുന്നു ഉണ്ടായത്, കോൺസെൻട്രേറ്റഡ് ആയപ്പോൾ NO2 ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക, ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡും ആസിഡ് നൈട്രിക് ആസിഡ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഡിഫറൻസ് ആണ് NOയും NO2ഉം. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NO ഉണ്ടാകുന്നു. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NO2 ഉണ്ടാകുന്നു. അതുപോലെ നോൺ മെറ്റൽസ് ആയ കാർബണുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് NO2 ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് NO2. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1 വോളിയം നൈട്രിക് ആസിഡും 3 വോളിയം HCl കൂടെ കൂടി ചേർന്നാണ് അക്വാറീജിയയുടെ കോമ്പിനേഷൻ. ആ അക്വാറീജിയ ഗോൾഡുമായിട്ട് കൂടി ചേർന്ന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളാണ് HAuCl4 പ്ലസ് NOCl പ്ലസ് 2H2O. അക്വാറീജിയ ഗോൾഡിനെയൊക്കെ ഡിസോൾവ് ചെയ്യിക്കുന്ന ഒരു മിശ്രിതമാണ്. എന്താണ് അക്വാറീജിയ? ഓർത്തിരിക്കുക. 1 വോളിയം നൈട്രിക് ആസിഡും 3 വോളിയം ഹൈഡ്രോക്ലോറിക് ആസിഡും ആരുടെ കോമ്പിനേഷനാണ്? നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും കോമ്പിനേഷനാണ് അക്വാറീജിയ. ഈ റേഷ്യോ ഓർത്തിരിക്കുക 1:3. 1 HNO3, 3 ആരാണ്? HCl. ഓർത്തിരിക്കുക അക്വാറീജിയയ്ക്ക് ഗോൾഡ് അങ്ങനെയുള്ള മെറ്റൽസിനെയൊക്കെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. നൈട്രിക് ആസിഡ് ഡൈല്യൂട്ട് കോൺസെൻട്രേറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അന്നേരം ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് സിങ്ക് നൈട്രേറ്റ് പ്ലസ് 5H2O പ്ലസ് N2O. ഓർത്തിരിക്കുക, N2O ഓർത്തിരിക്കുക. ഇനി കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആണ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സിങ്ക് നൈട്രേറ്റ് പ്ലസ് H2O. അത് രണ്ടിടത്തും ഒരുപോലെയാണ്. പക്ഷേ
വ്യത്യാസം ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് NO2. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡുമായിട്ട് സിങ്ക് റിയാക്ട് ചെയ്യുമ്പോൾ NO2 ഉണ്ടാകുന്നു. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ N2O ഉണ്ടാകുന്നു. ഓർത്തിരിക്കുക. അതുപോലെ ചില മെറ്റൽസ് ക്രോമിയം, അലൂമിനിയം ഡു നോട്ട് ഡിസോൾവ്സ് ഇൻ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ക്രോമിയവും അലൂമിനിയവും കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. എന്താ കാരണം? ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് എ പാസീവ് ഫിലിം ഓഫ് ഓക്സൈഡ് ഓൺ ദ സർഫസ്. Because of the formation of a passive film of oxide on the surface. ഈ നൈട്രിക് ആസിഡ് ക്രോമിയത്തിന്റെ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം അലൂമിനിയത്തിന് മുകളിൽ ഒരു പാസീവ് ഫിലിം ഓക്സൈഡ് ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് പിന്നെ കൂടുതൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. പാസീവ് ഫിലിം ഓക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ട് റിയാക്ഷൻസ് നടക്കുന്നില്ല അലൂമിനിയം ക്രോമിയത്തിലൊക്കെ. എന്നാൽ നമ്മളിവിടെ പഠിച്ചു സിങ്കിലൊക്കെ എന്താണ് നമുക്കിവിടെ റിയാക്ഷൻ നടക്കുന്നു. ഓർത്തിരിക്കുക. Concentrated nitric acid also oxidize non-metals and their compounds. Iodine is oxidized to iodic acid, carbon to carbon dioxide, sulfur to sulfuric acid, and phosphorus to phosphoric acid. Oxidizing നമ്മൾ പഠിച്ചായിരുന്നു. Iodine plus nitric acid HiO3 plus NO2 plus H2O. കാർബൺ ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്നു. സൾഫർ ആണെങ്കിൽ നമുക്കിവിടെ പഠിക്കുകയാണ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് NO2 പ്ലസ് H2 ആണ് ഉണ്ടാകുന്നത്. ഫോസ്ഫറസ് ആണെങ്കിൽ H3PO4 ഉണ്ടാകുന്നു. H3PO4 ഓർത്തിരിക്കുക. ഇതിന്റെയൊക്കെ പ്രൊഡക്റ്റുകള് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ഓക്സിഡൈസസ് നോൺ മെറ്റൽസ്. ഓക്സിഡൈസ് ചെയ്യാണ് നോൺ മെറ്റൽസിനെ. കാർബൺ കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്നു. സൾഫർ സൾഫ്യൂരിക് ആസിഡ് ആയി മാറുന്നു. ഫോസ്ഫറസ് ഫോസ്ഫോറിക് ആസിഡ് ആയി മാറുന്നു. അയോഡിൻ ഇവിടെ അയോഡിക് ആസിഡ് ആയി മാറുന്നു. ഇനി നമ്മുടെ നൈട്രിക് ആസിഡിന്റെ റിയാക്ഷൻ ഹൈഡ്രോകാർബണുമായിട്ട് എങ്ങനെയാന്ന് നോക്കാം. എന്താ ഹൈഡ്രോകാർബൺ? കാർബണും ഹൈഡ്രജനുള്ള മിശ്രിതം അല്ലേ. ഹൈഡ്രോകാർബൺ ബെൻസീനുമായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് C6H5NO2 നൈട്രോ ബെൻസീൻ ഉണ്ടാകുന്നു. ടൊളുവിനുമായിട്ടാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 2,4,6 ട്രൈ നൈട്രോ ടൊളുവിനാണ്. ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ C6H2NO2 ത്രൈസ് OH ആണ്. ഇനി കെയിൻ ഷുഗർ ആണെങ്കിൽ അത് ഓക്സാലിക് ആസിഡ് ആയി മാറുന്നു. കെയിൻ ഷുഗറിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. C12H22O11 ആണ് കെയിൻ ഷുഗർ. അത് എന്തായി മാറുന്നു? ഓക്സാലിക് ആസിഡ് ആയി മാറുന്നു. COOH ആണ് ഓക്സാലിക് ആസിഡ്. ഇതാണ് ഹൈഡ്രോകാർബൺസുമായിട്ടുള്ള നൈട്രിക് ആസിഡിന്റെ റിയാക്ഷൻസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഇത് നിങ്ങൾ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കലിൽ നിങ്ങൾ ചെയ്യുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നേരത്തെ ടെസ്റ്റ് പഠിച്ചായിരുന്നല്ലോ അമോണിയയുടെ ടെസ്റ്റ്. അമോണിയത്തിന്റെ നെസ്ലേസിയനുമായിട്ട് കൂടി ചേരുമ്പോൾ ബ്രൗൺ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. ഇതിപ്പം ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ഓർത്തിരിക്കുക, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. This test is carried for checking the presence of nitrate ion. എങ്ങനെയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് നമുക്കൊന്ന് പഠിക്കാം. ഫെറസ് സൾഫേറ്റ് is added to aqueous solution. അതായത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അതായത് ഫെറസ് സൾഫേറ്റിനകത്ത് വെള്ളം ഒഴിച്ച് അതാണ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. ആൻഡ് സൾഫ്യൂരിക് ആസിഡ് is added along the sides of the test tube. നമ്മുടെ നൈട്രേറ്റിന്റെ സോൾട്ടും ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടെ മിക്സ് ചെയ്യാണ്. സൾഫ്യൂരിക് ആസിഡിന് പ്രത്യേകതയുണ്ട്. സൾഫ്യൂരിക് ആസിഡ് is added along the sides of the test tube. നമുക്ക് റിയാക്ഷൻ നോക്കാം. NaNO3 plus FeSO4 plus H2SO4 gives FeH2O5NOSO4. ഇതൊരു കോമ്പൗണ്ട് ആണ് ഉണ്ടാകുന്നത്. ആ കോമ്പൗണ്ടിന്റെ കളറാണ് ബ്രൗൺ കളറാണ്. അത് ബ്രൗൺ റിംഗ് ആയിട്ട് വരുന്നത്. ബ്രൗൺ റിംഗ്. എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? ബ്രൗൺ റിംഗ് ടെസ്റ്റിനകത്ത് the test is carried out by adding dilute ferrous sulfate solution to an aqueous solution containing nitrate ion and then carefully adding concentrated sulfuric acid along the sides of the test tube. A brown ring at the interface between the solution and sulfuric acid layers indicates the presence of nitrate ion in solution. Freshly prepared ferrous sulfate നൈട്രേറ്റിന്റെ സോൾട്ടും കൂടെ
ആഡ് ചെയ്യുന്നു. അതിനകത്തോട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് 1-2 ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ അനക്കാതെ പിടിക്കണം. നമുക്കൊരു ബ്രൗൺ റിങ് ഒരു ലിക്വിഡ് ജംഗ്ഷന്റെ ഇടയ്ക്കായിട്ട് കിട്ടുന്നു, നടുക്കായിട്ട് കിട്ടുന്നു. ആ ബ്രൗൺ റിങ് എങ്ങനെയാണ് ആ ബ്രൗൺ റിങ്ങിന്റെ ഫോർമുല എന്താണ്? FeH2O5NO2+ ആണ്. ഓർത്തിരിക്കുക, ബ്രൗൺ റിങ് ടെസ്റ്റിനകത്ത് ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നൈട്രേറ്റിന്റെ അയോൺ പ്ലസ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് 4 കോമ്പൗണ്ട്സേ കണ്ടിട്ടുള്ളൂ അല്ലേ? നൈട്രജന്റെ കോമ്പൗണ്ട്സ് ആണ് ഡൈനൈട്രജൻ, അമോണിയ, നൈട്രിക് ആസിഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ചതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.